ഹായ്, എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡനിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് വരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് നമുക്ക് കടന്നാലോ. ആദ്യം എന്താ ഇതുപോലത്തെ നല്ല കിഴങ്ങുള്ള ഡാലിയകളാണ് കേട്ടോ അവൈലബിൾ ആയിട്ടുള്ളത് നമ്മുടെ കയ്യിൽ. ഇത് പല ഡിഫറെൻറ്റ് കളേഴ്സിൽ യെല്ലോ, വയലറ്റ്, ഡാർക്ക് മെറൂൺ, വൈൻ കളറ്, അങ്ങനത്തെ ഇതുപോലെ മിക്സഡ് കളറ് ഒക്കെ അവൈലബിൾ ആണ്. ഇതൊരു പീസിൻ്റെ റേറ്റ് വരുന്നത് 100 രൂപയാണ്. ഈ ഡാലിയ ഈ പൂവൊക്കെ ആയിട്ട് പോയാലും വീണ്ടും അതിൻ്റെ കിഴങ്ങിൽ നിന്ന് ധാരാളം പുതിയ പുതിയ തൈകൾ വരുന്നതായിരിക്കും ഇതുപോലത്തെ ഡാലിയ ആകുമ്പോൾ. ഒരിക്കലും കംപ്ലൈൻറ്റ് വരാത്ത നല്ല ഭംഗിയുള്ള പൂക്കളാണ്. ഇത് പൂ ആയി വരണതേ ഉള്ളൂ, വലിയ പൂക്കളാണ് ഇതിൻ്റെ. നെക്സ്റ്റ് ഒരു കക്കടമുല്ലിയാണ്, നിറയെ പൂവിടുന്ന ഒരു കക്കടമുല്ലിയാണ്. ഇത് നിറയെ മൊട്ടിട്ടേക്കാണ്, മൊട്ട ആവണം കണ്ടോ, പൂ ആവണതേ ഉള്ളൂ. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിന് 90 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് ഒരു മിനിയേച്ചർ മരമുല്ലിയാണ്. ഇതുപോലെ ഈ സൈസിലുള്ള മരമുല്ലിയാണ്. ഇങ്ങനത്തെ മരമുല്ലിയാണെങ്കിൽ 150 രൂപയും, ഇത് തന്നെ 100 രൂപയുടെ മരമുല്ലിയും നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അത് ഇത്രയും സൈസ് ഉണ്ടാവില്ല, ഇത്രയും തിക്കായിട്ടുള്ളതല്ല, തിന്നായിട്ടുള്ള മരമുല്ലിയാണ് 100 രൂപയ്ക്ക് അവൈലബിൾ ആവുന്നത്. ഇതുപോലത്തെ ആണെങ്കിൽ 150 രൂപയാണ്. ഇതുപോലത്തെ ഒരു ക്രീപ്പർ പ്ലാന്റ് അവൈലബിൾ ആണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ, നിറയെ പൂവിടുന്ന ഒരു ക്രീപ്പർ ചെടിയാണ്. ഈ സൈസിലുള്ള പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 200 റുപ്പീസാണ്. 200 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ റേറ്റ് വരുന്നത്. നെക്സ്റ്റ് നിറയെ പൂവിടുന്ന ഒരു ഹണി സക്കിളാണ്. ഇത്രയും വലിയ പ്ലാന്റ് ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 125 രൂപ മാത്രമേ ഉള്ളൂ. ഒരുപാട് പേരുടെ എൻക്വയറി ഉള്ളൊരു പ്ലാന്റാണ്. ബുദ്ധമുള അവൈലബിൾ ആണോ എന്നാൽ ഇപ്പം നമ്മളുടെ ഇതുപോലത്തെ ബുദ്ധമുളകൾ അവൈലബിൾ ആണ്. ഇതാണ് ബുദ്ധമുളയുടെ പ്രത്യേകത കണ്ടോ, ഈ ഭാഗം ഇങ്ങനെ ഉരുണ്ടുരുണ്ട് വരുന്ന നല്ല ഭംഗിയായിട്ടുള്ള ബുദ്ധമുളയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 250 രൂപയാണ്. 250 റുപ്പീസാണ് ഇതിൻ്റെ റേറ്റ്. നല്ലോണം റൂട്ടൊക്കെ വന്നിട്ടുള്ള ബുദ്ധമുളയാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. ഈ സൈസിലുള്ള ബുദ്ധമുളകളിലാണ് 250 റുപ്പീസ്. നെക്സ്റ്റ് ചെത്തികളാണ്. ഈ ഓരോ പീസ് ചെത്തിയായിട്ടാണ്, ഇത് കോംബോ അല്ല. ഈ ഒരു പീസ് ചെത്തിയുടെ പ്രൈസ് 80 റുപ്പീസ്. അതുപോലെ ഇത് വലിയ ലീഫുള്ള മഞ്ഞച്ചെത്തിയാണ്. ഇത് ചെറിയ ലീഫുള്ള മഞ്ഞച്ചെത്തിയാണ്. ഇത് 80 രൂപ തന്നെ. ഇതുപോലെ ചെറിയ ലീഫുള്ള മിനിയേച്ചർ ആയിട്ടുള്ള റെഡ് ചെത്തികൾ അവൈലബിൾ ആണ്. ഇത് 80 തന്നെയാണ്. ഇതെല്ലാം 80 റുപ്പീസിൻ്റെയാണ്. ഇത് വരുന്നത് നല്ല നാടൻ ചെത്തിപ്പൂവാണ്, ചെത്തിയാണ് കണ്ടോ. പഴയ കാലം തൊട്ടേ നമ്മൾ മെഡിസിനൊക്കെ ഉപയോഗിക്കുന്ന നാടൻ ചെത്തിപ്പൂവാണ്, നിറയെ പൂവിടുന്ന നാടൻ ചെത്തിയാണ്. ഇതിൻ്റെ പ്രൈസും 80 രൂപ തന്നെയാണ്. ഇത് ഓൾ ടൈം ഫ്ലവർ ആയിട്ടുള്ള ഒരു ചെത്തിയാണ്. എപ്പോഴും ഇതിൽ പൂവുണ്ടാവും, നിറയെ. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 140 രൂപയാണ്. ഈ റെഡ് ചെത്തിയുടെ പ്രൈസ് 140 രൂപയാണ്, 140 റുപ്പീസ്. നെക്സ്റ്റ് ഒരു ഗന്ധരാജനാണ്. ഇതാണ് അതിൻ്റെ ഫ്ലവർ വരുന്നത്. നിറയെ മൊട്ടുണ്ട് കണ്ടോ. ഇതിൽ 1, 2, 3, 4 ഇവിടെ ഒരു പൂവുണ്ടായിരുന്നതാണ്. നിറയെ ബുഷിയായിട്ട് നിന്നിട്ട് നിറയെ വാസനയുള്ള ഫ്ലവർ ഉണ്ടാവുന്ന ഒരു ഗന്ധരാജനാണ്. ഇത് വരുമ്പോൾ കുറച്ച് പൊക്കം വെച്ച് വരുന്നതാണ്. ഈ ബുഷിയായിട്ട് നിൽക്കുന്ന ഈ ഗന്ധരാജൻ്റെ പ്രൈസ് 100 രൂപയും. ഈ ഗന്ധരാജൻ്റെ ഇതാണ് ഇതിൻ്റെ പ്ലാന്റ്. ഇതിൽ കണ്ടോ, ഇതിലൊരു മുട്ടയുള്ളൂ. ഇതാണ് പ്ലാന്റ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 റുപ്പീസുമാണ്. ഇത് പൊക്കം വെച്ച് വരും, ഇത് ബുഷിയായിട്ട് നിൽക്കും. അതാണ് ഇതിൻ്റെ രണ്ടിൻ്റെയും പ്രത്യേകത. സെയിം ഫ്ലവർ ആണ്. നെക്സ്റ്റ് ഇതുപോലത്തെ ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. നല്ല ഭംഗിയാണ് ഇതിൻ്റെ ലീഫ് കാണാനായിട്ട്. പ്ലാസ്റ്റിക് പോലെ നിൽക്കും. ഇതിങ്ങനെ കുറേ കാലം ഈ ലീഫ് ഇതേ രീതിയിൽ നിൽക്കും. നല്ല പൊക്കം, ഇത്രയും പൊക്കത്തിലേക്കൊക്കെ വരുന്ന ഒരു നല്ല ചൈന ഡോളാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 80 റുപ്പീസാണ്. ഇതാണ് പ്ലാന്റ് സൈസ്. ഇതുപോലത്തെ സൈസിലുള്ള ചൈന ഡോളാണ് നിങ്ങൾക്ക് അയച്ചു തരുന്നത്. നല്ലൊരു ഇൻഡോർ പ്ലാന്റ് ആണിത്. നെക്സ്റ്റ് നല്ല ഭംഗിയുള്ളത് കണ്ടോ, ഇതാണ് അതിൻ്റെ ഫ്ലവേഴ്സ്. റോസ്, ഇത് ക്രീം വന്നിട്ട് ക്രീമിൽ നടുക്കൊരു പീച്ച് കളർ വരുന്ന കലാഞ്ചിയാണ്. ഇത് റെഡ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. ഈ ഒരു പോട്ടിലെ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 120 രൂപയാണ്. നിറയെ പൂവിടുന്ന ഒരു ചെടിയാണിത്. നല്ല ഭംഗിയുള്ള ഈ ഫർക്കോറിയ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 60 റുപ്പീസാണ്. 60 രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ്. നല്ല ഭംഗിയായിട്ടിത് കണ്ടോ, നല്ല പ്ലാസ്റ്റിക് പോലെ നിൽക്കുന്ന ലീഫാണ്, ചെറിയ പ്ലാന്റ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ്. ഈ സൈസിലുള്ള ചേഞ്ചിങ് റോസ് നമുക്ക് അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 60 രൂപ തന്നെയാണ്. വൈറ്റും വയലറ്റും ഡെയ്സികൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഈ ഒരു ഡെയ്സിയുടെ പ്രൈസ് വരുന്നത് വെറും 50 രൂപ മാത്രമേ ഉള്ളൂ, 50 റുപ്പീസ് ഒരു പീസിന്. നെക്സ്റ്റ് ഇത്രയും ഭംഗിയുള്ളൊരു മോൺസ്റ്ററുടെ പ്രൈസ് വരുന്നത് 130 രൂപയാണ്, 130 റുപ്പീസ്. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. ഇതിൻ്റെ ലീഫ് മുഴുവനും ഇങ്ങനെ ഹോള് വന്ന പോലത്തെ ലീഫാണ്. നല്ല ഭംഗിയാണ് ഈ പ്ലാന്റ് കാണാനായിട്ട്. ഓരോ ലീഫും ഇങ്ങനെ കട്ട് ചെയ്ത പോലത്തെ ലീഫാണ്. നെക്സ്റ്റ് ഇതുപോലത്തെ വെരിഗേറ്റഡ് ആയിട്ടുള്ള മണി പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ്. ഹാങ്ങിങ് ബോട്ടിൽ ഇതുപോലെ നടാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 100 രൂപയാണ്. നെക്സ്റ്റ് ഒരു ഹാങ്ങിങ് ബോട്ടിൽ നടാവുന്ന ഒരു ചെടിയാണ്. അതുണ്ടോ, ഇത് നല്ല വെരിഗേറ്റഡ് ആയിട്ടുള്ള ലീഫാണ്. സ്പൈഡർ ലില്ലി എന്ന് പറയും.
ഇതിൻ്റെ പ്രൈസ് വരുന്നത് 125 രൂപയാണ്. ഇത് കുറേ നാൾ കഴിയുമ്പോൾ ഇതുപോലെ വരും. ഇത് നമുക്ക് കട്ട് ചെയ്ത് അടുത്ത പോട്ടിലേക്ക് നട്ടു കൊടുക്കാവുന്നതാണ്. ഇത് കണ്ടോ, വേര് വന്നിട്ടുള്ളതാണ്. നല്ല ഭംഗിയായിട്ട് വരുന്നൊരു പ്ലാന്റാണിത്. ഇതിൻ്റെ പ്രൈസ് 125 രൂപയാണ്. ഇത് നല്ല ഭംഗിയുള്ള പൂവ്, റെഡ് കളർ പൂവ് ഉണ്ടാവുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 200 രൂപയാണ്. 200 റുപ്പീസാണ്. ഇതിൻ്റെ ഫ്ലവർ നല്ല ഭംഗിയാണ്. നല്ല അരി പോലെ കുഞ്ഞു കുഞ്ഞു പൂക്കളായിട്ട് നിറഞ്ഞ് പൂവുണ്ടാവുന്ന ഒരു ചെടിയാണ്. നല്ല റൂട്ടൊക്കെ വന്നിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസ് 200 റുപ്പീസ്. അതുപോലെ ഇതുപോലത്തെ ചെടി ഇപ്പോഴും അവൈലബിൾ ആണോ എന്ന് ചോദിക്കുന്നുണ്ട്. ഈ ചെടികൾ ഇപ്പോഴും നമ്മുടെ കയ്യിൽ സ്റ്റോക്ക് അവൈലബിൾ ആണ്. വേണ്ടവർക്ക് പറയാവുന്നതാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ്. ഇത് തന്നെ ഡാർക്ക് റെഡ് കളറും അവൈലബിൾ ആണ്. നല്ല റെഡായിട്ടുള്ള കളറ്. ഇതിൻ്റെ തത്തപ്പച്ച കളറും അവൈലബിൾ ആണ്. ഇപ്പോൾ എല്ലാം എടുത്ത് വെച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ഇത്രയും കളേഴ്സ്, 5 ഡിഫറെൻറ്റ് കളേഴ്സ് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. 300 റുപ്പീസാണ് ഈ ഒരു പോട്ടിലെ പ്ലാന്റിൻ്റെ പ്രൈസ്. ഇത് ഒരു ഇൻഡോർ പ്ലാന്റ് ആണ്. ഇത് നമുക്ക് ഷെയ്ഡിൽ വയ്ക്കാവുന്ന നല്ലൊരു പ്ലാന്റ് ആണ്. കുറേ കാലം ഈ കൂവപ്പൂ പോലെ ഈ പൂവ് ഇങ്ങനെ നിൽക്കും. പ്ലാസ്റ്റിക് പോലെ തന്നെ വാടാതെ കുറേ നാൾ ഇതേപോലെ പൂവിട്ട് കഴിഞ്ഞാൽ നിൽക്കുന്ന ഒരു ചെടിയാണ്. ഇതിൻ്റെ റൂട്ടിൽ നിന്ന് മഞ്ഞളൊക്കെ കിളുത്ത് വരുന്നത് പോലെ റൂട്ടിൽ നിന്ന് പുതിയ ഷൂട്ടുകൾ ഉണ്ടാവുന്നതായിരിക്കും. ഒരു ചെടി നട്ടാൽ അതിൻ്റെ ചുവട്ടിൽ നിന്ന് വീണ്ടും അടുത്ത ചെടികൾ ഉണ്ടാവുന്ന ഒരു പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസും ഇതുപോലെ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് 300 റുപ്പീസാണ്. നല്ല ഭംഗിയുള്ള ഒരു പ്ലാന്റാണിത്. ഡെലീന ഫിലിപ്പീൻസ് എന്ന് പറയും. ഇതിൻ്റെ ഫ്ലവർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത്. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് 350 റുപ്പീസാണ്. ഇത്രയും പ്ലാന്റ്സ് ആണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഉഷസ് ഹോം ഗാർഡൻ്റെ പ്ലാന്റ്സ് എല്ലാം ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നു പോകരുത്. താങ്ക് യു ഫോർ വാച്ചിങ് ഉഷസ് ഹോം ഗാർഡൻ.